Dear friends, you are welcome to Historia. അപ്പോൾ ഹിസ്റ്റോറിയ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന മുൻ ക്ലാസ്സുകളുടെ തുടർച്ചയാണ്. മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നാഷണൽ ഡേയ്സുകൾ പഠിച്ചു. നമുക്ക് ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള 12 മാസങ്ങളെ നാഷണൽ ഡേയ്സുകളും ഇൻ്റർനാഷണൽ ഡേയ്സുകളും പഠിക്കുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ജനുവരിയിലെ നാഷണൽ ഡേയ്സുകളാണ് പറഞ്ഞത്. ജനുവരിയിലെ നാഷണൽ ഡേയ്സുകളാണ് നമ്മൾ പ്രധാനമായും പറഞ്ഞത്. അതോടൊപ്പം ഈ ഇൻ്റർനാഷണൽ ഡേയ്സുകളും പഠിക്കുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫെബ്രുവരി മാസത്തിലെ നാഷണൽ ഡേയ്സുകളാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ 12 മാസങ്ങളിലെ നാഷണൽ ഡേയ്സുകൾ പഠിച്ചിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാം, ഇൻ്റർനാഷണൽ ഡേയ്സുകളും പഠിക്കാൻ. അപ്പോൾ ജനുവരിയിലെ നാഷണൽ ഡേയ്സുകളോടെ നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ആ ക്ലാസ് നമ്മുടെ വീഡിയോ ക്ലാസ് എടുക്കുന്നുണ്ട്, അതൊന്നും എടുത്ത് കാണുക. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഫെബ്രുവരിയിലെ നാഷണൽ ഡേയ്സുകളാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഒന്നാമത്തെ നമുക്ക് ഫെബ്രുവരിയിലെ ഏറ്റവും പ്രധാന ഡേറ്റ് ഫെബ്രുവരി 1 തന്നെയാണ്. ഫെബ്രുവരി 1 എന്ന് പറയുന്നത് നാഷണൽ കോസ്റ്റൽ ഗാർഡ് ഡേ ആണ്. നാഷണൽ കോസ്റ്റൽ ഗാർഡ് ഡേ എന്ന് വെച്ചാൽ ദേശീയ തീരദേശ സംരക്ഷണ സേനയുടെ ദിനമായിട്ടാണ്, നാഷണൽ ഡേ ആയിട്ടാണ് നമ്മൾ ഫെബ്രുവരി 1 കണക്കാക്കുന്നത്. എന്ന് വെച്ചാൽ 1977 ഫെബ്രുവരി 1 നാഷണൽ കോസ്റ്റൽ ഗാർഡ് രൂപീകരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഫെബ്രുവരി 1 നാഷണൽ കോസ്റ്റൽ ഗാർഡ് ഡേ ആയിട്ട് നമ്മൾ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ എൻജോയ് ചെയ്യുന്നത്. അപ്പോൾ മറക്കണ്ട, ഫെബ്രുവരി 1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഒരു നാഷണൽ കോസ്റ്റൽ ഗാർഡ് ഡേ ആണ്. ദേശീയ തീരദേശ സംരക്ഷണ സേനാ ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. 1. രണ്ടാമത്തെ എന്ന് പറയുന്നത് ഫെബ്രുവരി 1 തന്നെ മറ്റൊരു ദിവസം കൂടി നമുക്ക് ആചരിക്കുന്നത് ഗുരു രവിദാസ് ജയന്തിയായിട്ട് ആഘോഷിക്കും. ഗുരു രവിദാസ് ജയന്തി. അപ്പോൾ ഗുരു രവിദാസ് ജയന്തി എന്ന് ഓർമ്മിക്കുക, ഇന്ത്യയിലെ വളരെ പ്രശസ്തനായുള്ള ഒരു സന്യാസിയാണ്. അതോടൊപ്പം തന്നെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവും കൂടിയാണ് ആര്, ഗുരു രവിദാസ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജയന്തിയാണ് നമ്മൾ ഇന്ത്യയിൽ ആഘോഷിക്കുന്നത്. അതും ഫെബ്രുവരി 1. അപ്പോൾ ഗുരു രവിദാസ് ജയന്തി എന്ന് പറയുമ്പോൾ ഓർത്തിക്കുക, സിഖ് മത സ്ഥാപകനായിട്ടുള്ള ഗുരുക്കന്മാർ 10 ഗുരുക്കന്മാരിൽ ഒരാളും അല്ല. ഇന്ത്യയിലെ വളരെ പ്രശസ്തനായ ഒരു സാമൂഹ്യ പരിഷ്കർത്താവും അതോടൊപ്പം തന്നെ ഒരു സന്യാസി വര്യനും കൂടിയായിട്ടുള്ളതാണ് രവിദാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗുരു രവിദാസ് ജയന്തി ഫെബ്രുവരി 1. 2. ഇനി മൂന്നാമത്തെ ഫെബ്രുവരി 1 മറ്റൊരു ദിവസമായിട്ട് ആചരിക്കുന്നത് അതിനേക്കാൾ പ്രശസ്തിയായിട്ടുള്ള ദിവസമാണ്. എന്ന് വെച്ചാൽ നമ്മൾ 2017 മുതൽ നാഷണൽ ബഡ്ജറ്റ് ഡേ ആയിട്ട് ആചരിക്കുന്നത് ഫെബ്രുവരി 1. എന്ന് വെച്ചാൽ 2017 മുതലാണ് നമ്മൾ ഫെബ്രുവരി 1 ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ തുടങ്ങുന്നത്. അതുവരെ നമ്മൾ ബഡ്ജറ്റ്, ഇന്ത്യയിലെ ദേശീയ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരുന്നത് നമ്മൾ ലാസ്റ്റ് വർക്കിംഗ് ഡേയ്സ് ഓഫ് ഫെബ്രുവരിയാണ്. ലാസ്റ്റ് വർക്കിംഗ് ഡേയ്സ് ഓഫ് ഓൾ ഫെബ്രുവരിയാണ്. ഫെബ്രുവരിയിലെ അവസാനത്തെ വർക്കിംഗ് ഡേയ്സാണ് നമ്മൾ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. പക്ഷേ 2017 മുതൽ നമ്മൾ ഫെബ്രുവരി 1 ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. ഫെബ്രുവരി 1. അതും ഫെബ്രുവരി 1 ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതെന്ന് മാത്രമല്ല, നമ്മുടെ ജനറൽ ബഡ്ജറ്റും റെയിൽവേ ബഡ്ജറ്റും ഒരുമിച്ച് അവതരിപ്പിക്കുന്നതും ഈ 2017 മുതലാണ്. അതിനു മുന്നേയൊക്കെ നമ്മൾ ജനറൽ ബഡ്ജറ്റ് ഫിനാൻസ് മിനിസ്റ്ററും റെയിൽവേ മിനിസ്റ്ററുമായിരുന്നു. 1924 മുതൽ ആക്വർത്ത് കമ്മീഷൻ ശുപാർശ പ്രകാരം 2 പക്ഷേ ഈ 2017 മുതൽ നമ്മൾ ജനറൽ ബഡ്ജറ്റും റെയിൽവേ ബഡ്ജറ്റും ഒരുമിച്ചാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഫെബ്രുവരി 1 തന്നെ 3 സംഭവങ്ങൾ വരുന്നുണ്ട്. 1 നാഷണൽ കോസ്റ്റൽ ഗാർഡ് ഡേ വരുന്നത്. രണ്ടാമത്തെ ഫെബ്രുവരി 1 ഒരു ദിവസം വരുന്നത് ഗുരു രവിദാസ് ജയന്തിയാണ്. മൂന്നാമത്തെ നാഷണൽ ബഡ്ജറ്റ് ഡേ ആയിട്ട് നമ്മൾ ഫെബ്രുവരി 1 ആചരിക്കുന്നത്. ക്ലിയർ അല്ലോ? ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ഡേറ്റ് വരുന്നത് ഫെബ്രുവരി 9. ഫെബ്രുവരി 9 എന്ന് പറയുന്നത് നമ്മുടെ ബാബ ആംതെ ജയന്തിയായിട്ട് നമ്മൾ ആചരിക്കുന്നത്. വെച്ചാൽ ബാബ ആംതെ ജയന്തി അല്ല, ബാബ ആംതെ ഡെത്ത് ആനിവേഴ്സറി ആയിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. കിട്ടിയ ബാബ ആംതെ ഡെത്ത് ആനിവേഴ്സറി ആയിട്ടാണ് നമ്മൾ ഏതായിരിക്കുന്നത് ഫെബ്രുവരി 9 ആയിരിക്കും. 2008 ഫെബ്രുവരി 9 നമ്മുടെ ബാബ ആംതെ മരിക്കുന്നത്. ബാബ ആംതെ നമുക്കറിയാലോ, ഇന്ത്യയിലെ ഇറാഡിക്കേഷൻ ഓഫ് ലെപ്രസി, നമ്മൾ ഈ രോഗികളെ സംരക്ഷിക്കുക, അവരെ ശുശ്രൂഷിക്കുക. അതോടൊപ്പം തന്നെ വളരെ പ്രശ്നമുള്ള ഒരു ഗാന്ധിയനാണ്, സ്വാതന്ത്ര്യ സമര സേനാനിയാണ്, സാമൂഹ്യ പരിഷ്കർത്താവാണ്. ഇതെല്ലാമാണ് ബാബ ആംതെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണ ദിനമായിട്ട് നമ്മൾ ഡെത്ത് ആനിവേഴ്സറി ആയിട്ടാണ് നമ്മൾ ഏതാചരിക്കുന്നത് ഫെബ്രുവരി 9 ആചരിക്കുന്നത്. 2008 ഫെബ്രുവരി 9 ബാബ ആംതെ മരിക്കുന്നത്. ക്ലിയർ ആയില്ലോ? ഇനി അടുത്ത ഫെബ്രുവരി 10. ഫെബ്രുവരി 1 കഴിഞ്ഞ് ഫെബ്രുവരി 9, അത് കഴിഞ്ഞാൽ പിന്നെ ഫെബ്രുവരി 10 ഒരു പ്രധാനപ്പെട്ട നാഷണൽ ഡേ ആയിട്ട് വരുന്നത്. നാഷണൽ ഡി വാമിംഗ് ഡേ ആയിട്ടാണ് ആചരിക്കുന്നത് ഫെബ്രുവരി 10. ഡി വാമിംഗ് എന്ന് പറഞ്ഞാൽ വേം ഫ്രീ ഇന്ത്യ എന്നാണ്. വേം ഫ്രീ ഇന്ത്യ എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഇറാഡിക്കേഷൻ ഓഫ് വേം ഇൻഫെക്റ്റഡ് ഡിസീസ് എന്നാണ്. ഇറാഡിക്കേഷൻ ഓഫ് വേം ഇൻഫെക്റ്റഡ് ഡിസീസ്. നമ്മൾ ഈ വേം ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഡിസീസുകളുണ്ടോ, അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ ഇന്ത്യയിൽ നിർമ്മാർജ്ജനം ചെയ്യുക. അത് എസ്പെഷ്യലി ബിറ്റ്വീൻ ദി ഏജ് ഓഫ് 1 to 19, പ്രത്യേകിച്ചും 1 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള കുട്ടികളിൽ വേം ഇൻഫെക്റ്റഡ് ഡിസീസുകളെ ഇറാഡിക്കേറ്റ് ചെയ്യുന്ന അർത്ഥത്തിലാണ് നമ്മൾ നാഷണൽ ഡി വാമിംഗ് ഡേ ആയിട്ട് നമ്മൾ
ഫെബ്രുവരി 10 നമ്മൾ ആചരിക്കുന്നത് എന്നുകൂടി ഓർത്തിക്കുക. വേം ഫ്രീ ഇന്ത്യ, കൃമി രോഗം അല്ലെങ്കിൽ വിരശല്യം എന്നൊക്കെ നമ്മൾ വിരരോഗം, കൃമി രോഗം ഇങ്ങനെയുള്ള എല്ലാ രോഗങ്ങളും ഇന്ത്യയിൽ നിന്ന് ഇറാഡിക്കേറ്റ് ചെയ്യുന്ന അർത്ഥത്തിലാണ് നമ്മൾ ഫെബ്രുവരി 10 നമ്മൾ നാഷണൽ ഡി വാമിംഗ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. വേം ഫ്രീ ഇന്ത്യ എന്നൊരു ടാഗോട് കൂടിയാണ് അത് ആചരിക്കുന്നത്. അപ്പോൾ ഫെബ്രുവരി 9, ഫെബ്രുവരി 10. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന പ്രധാനപ്പെട്ട ഡേറ്റ് വന്ന് ഫെബ്രുവരി 12 ആണ്. ഫെബ്രുവരി 12 എന്ന് പറഞ്ഞാൽ നാഷണൽ പ്രൊഡക്ടിവിറ്റി ഡേ ആണ്. നാഷണൽ പ്രൊഡക്ടിവിറ്റി ഡേ ആയിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. നാഷണൽ പ്രൊഡക്ടിവിറ്റി ഡേ ആയിട്ട് ആചരിക്കുന്നത് ഫെബ്രുവരി 12 ആണ്. ഇന്ത്യയിലെ പ്രൊഡക്ടിവിറ്റിനെ കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടാക്കിയെടുക്കാൻ എന്നുള്ള ഒരർത്ഥത്തിലാണ് നമ്മൾ ഫെബ്രുവരി 12 നാഷണൽ പ്രൊഡക്ടിവിറ്റി ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത്. ക്ലിയർ ആയിരിക്കുമല്ലോ? അത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന വളരെ പ്രധാനപ്പെട്ട ഡേറ്റ് ഫെബ്രുവരി 13 ആണ്. ഫെബ്രുവരി 13 എന്ന് പറയുന്നത് നാഷണൽ വുമൻസ് ഡേ ആണ്. നാഷണൽ വുമൻസ് ഡേ ആണ് എന്ന് വെച്ചാൽ നമ്മുടെ ഇറ്റ് ഈസ് എ ബർത്ത് ഡേറ്റ് ഓഫ് സരോജിനി നായിഡു, ദി നൈറ്റിംഗേൽ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സരോജിനി നായിഡുവിൻ്റെ ജന്മദിനമാണ് ഫെബ്രുവരി 13. അതാണ് നമ്മൾ നാഷണൽ വുമൻസ് ഡേ ആയിട്ട്, ദേശീയ വനിതാ ദിനമായിട്ട് ആചരിക്കുന്നത്. 1897 ഫെബ്രുവരി 13 നമ്മുടെ സരോജിനി നായിഡു ഹൈദരാബാദിൽ ജനിക്കുന്നത്. ആ ഫെബ്രുവരി 13 നാഷണൽ വുമൻ ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത്. ഓർത്തു വയ്ക്കുക, നാഷണൽ വുമൻസ് ഡേ ആണ്. അതേസമയം ഇൻ്റർനാഷണൽ വനിതാ ദിനമാണ് കൂടുതൽ ആചരിക്കുന്നത്. മാർച്ച് 8 ഇൻ്റർനാഷണൽ വനിതാ ദിനം. അപ്പോൾ രണ്ടും കൂടി കൺഫ്യൂഷൻ ആകേണ്ട. അന്തർദേശീയ വനിതാ ദിനമാണ് മാർച്ച് 8. അതേസമയം ദേശീയ വനിതാ ദിനം എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി 13 ഓർത്ത് വയ്ക്കുക. ക്ലിയർ ആയിരിക്കണം? ഇനി അടുത്തൊരു ഡേറ്റ് പ്രധാനം ഫെബ്രുവരി 14 വരുന്നത്. ഫെബ്രുവരി 14 2019 മുതലാണ് നമ്മൾ ആചരിക്കുന്നത്. ബ്ലാക്ക് ഡേ, കറുത്ത ദിനമായിട്ടാണ് നമ്മൾ ഫെബ്രുവരി 14 ആചരിക്കുന്നത്. വാലൻസ് ഡേ ഉണ്ട്, അത് ഇൻ്റർനാഷണൽ ലെവലാണ്. വാലൻസ് ഡേ അതല്ല ഉദ്ദേശിക്കുന്നത്. ഫെബ്രുവരി 14 നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ചോളം ബ്ലാക്ക് ഡേ ആണ്. എന്ന് വെച്ചാൽ 2019 ഫെബ്രുവരി 14 നമ്മുടെ ജമ്മു കാശ്മീരിലെ പുൽവാമയിൽ ഇന്ത്യൻ സൈനിക വ്യൂഹത്തിനെതിരെ എന്തുണ്ടായത്? ഒരു തുറന്ന വാഹനം എന്ന് വെച്ചാൽ ഒരു സ്കോർപിയോ ജീപ്പിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച് ഇന്ത്യൻ വാഹന വ്യൂഹത്തിലേക്ക് കയറ്റുകയും ഏകദേശം 49ഓളം ഇന്ത്യൻ പട്ടാളക്കാർ, ഇന്ത്യൻ ജവാന്മാർ മരണമടയുകയും കൊല ചെയ്യപ്പെടുകയും ചെയ്യുന്നത്. ഈ ഒരു സംഭവം 2019 ഫെബ്രുവരി 14 പുൽവാമ അറ്റാക്ക് എന്നൊക്കെ നമ്മൾ പുൽവാമ ജില്ലയിൽ ഇന്ത്യൻ സൈനിക വാഹന വ്യൂഹത്തിന് നേരെ ഒരു സ്ഫോടക വസ്തു നിറച്ച സ്കോർപിയോ വാൻ കയറ്റിയിറക്കുകയും ഏകദേശം 49ഓളം ഇന്ത്യൻ പട്ടാളക്കാർ കൊല ചെയ്യപ്പെടുകയും ചെയ്തു. ഈ ഒരു സംഭവത്തെ നമ്മൾ അതിനുശേഷമാണ് നമ്മൾ എല്ലാ ഫെബ്രുവരി 14 നമ്മൾ ബ്ലാക്ക് ഡേ ആയിട്ട് ആചരിക്കുന്നത്, കറുത്ത ദിനമായി ആചരിക്കുന്നു. നാഷണൽ ഡേ ആണ് കേട്ടോ. അപ്പോൾ ഫെബ്രുവരി 14. പിന്നെ അത് കഴിഞ്ഞാൽ ഫെബ്രുവരി 17 മുതൽ ഫെബ്രുവരി 28 വരെ, ഫെബ്രുവരി 17 മുതൽ ഫെബ്രുവരി 28 വരെ നമ്മൾ ആഗ്ര ഫെസ്റ്റിവൽ അല്ലെങ്കിൽ താജ് ഫെസ്റ്റിവലാണ് നമ്മൾ ചെയ്യുന്നത്. ഫെബ്രുവരി 17 മുതൽ 28 വരെ നമ്മൾ ആഗ്ര ഫെസ്റ്റിവൽ അല്ലെങ്കിൽ താജ് ഫെസ്റ്റിവലാണ്. നമ്മൾ ഈ താജ്മഹലുണ്ട്. താജ്മഹലിൻ്റെ കിഴക്കേ ഗേറ്റിനടുത്ത് നടക്കുന്ന ഒരു വലിയ എക്സിബിഷൻ, ഈ 17 മുതൽ 28 വരെ നടക്കുന്ന ഒരു വലിയ എക്സിബിഷനാണ് ഇത് ഈ ആഗ്ര ഫെസ്റ്റിവൽ. അത് എക്സിബിഷൻ മാത്രമല്ല, ആർട്ടിസൺ, ഹാൻഡിക്രാഫ്റ്റ് ഇതെല്ലാം ഉണ്ട്. അതുകൂടാതെ ക്ലാസിക്കൽ ഡാൻസുകളുടെ പെർഫോമൻസ്, ഫോക്ക് ഡാൻസുകളുടെ പെർഫോമൻസ്, ഫുഡ് ഫെസ്റ്റിവൽ, ഇതെല്ലാം കൂടുന്ന ഒരു വലിയൊരു എക്സിബിഷനാണ്, ഒരു ഫെസ്റ്റിവൽ തന്നെ, ഒരു കൾച്ചറൽ ഫെസ്റ്റിവൽ തന്നെയാണ് ഇത് ഈ ആഗ്ര ഫെസ്റ്റിവൽ അല്ലെങ്കിൽ താജ് ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ. അപ്പോൾ അത് ഫെബ്രുവരി 17 മുതൽ 28 വരെ നടക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് എന്ന് ഓർത്ത് വയ്ക്കുക. ക്ലിയർ ആയിക്കല്ലോ? ഇനി അത് കഴിഞ്ഞാൽ ഫെബ്രുവരി 14, 17 മുതൽ 28 വരെ. അത് കഴിഞ്ഞാൽ ഫെബ്രുവരി 24 ഒരു പ്രധാനപ്പെട്ട ഡേയ്സാണ്, ഒരു നാഷണൽ ഡേയ്സാണ്. ഫെബ്രുവരി 24 നാഷണൽ എക്സൈസ് ഡേ ആണ്. നാഷണൽ എക്സൈസ് ആൻഡ് കസ്റ്റംസ് ഡേ ആണ്. അത് നാഷണൽ എക്സൈസ് ഡേ ആയിട്ട് നമ്മൾ ഫെബ്രുവരി 24 ആചരിക്കുന്നുണ്ട്. മറക്കണം, ഫെബ്രുവരി 24 നാഷണൽ എക്സൈസ് ഡേ ആണ്. അതിനുശേഷം പിന്നെ ഒരു ഫെബ്രുവരി 26 വരുന്നത്. ഫെബ്രുവരി 26 എന്ന് പറയുന്നത് നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനിയായ VD സവർക്കറുടെ ഡെത്ത് ആനിവേഴ്സറിയാണ്. ഫെബ്രുവരി 26 സ്വാതന്ത്ര്യ സമര സേനാനിയായ VD സവർക്കർ അല്ലെങ്കിൽ വീർ സവർക്കർ അല്ലെങ്കിൽ വിനായക ദാമോദർ സവർക്കർ എന്നൊക്കെ പറയും. ആ വീർ സവർക്കറുടെ ഡെത്ത് ആനിവേഴ്സറിയാണ് ഈ ഫെബ്രുവരി 26. 1966 ഫെബ്രുവരി 26 അദ്ദേഹം മരിക്കുന്നത്. ആ 26 നമ്മൾ VD സവർക്കറുടെ ഡെത്ത് ആനിവേഴ്സറി ആയിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ഫെബ്രുവരി 26 അത് മറക്കണ്ട. പിന്നീട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഡേറ്റ്, അവസാനത്തെ ഡേറ്റ് എന്നുള്ളത് ഫെബ്രുവരി 28 നമുക്കറിയാം ഫെബ്രുവരി 28 എന്താണ്? നാഷണൽ സയൻസ് ഡേ. ഫെബ്രുവരി 28 നാഷണൽ സയൻസ് ഡേ ആണ്. നമുക്കറിയാം നമ്മുടെ CV രാമൻ, ഇന്ത്യയിലേക്ക് ഫിസിക്സിന് നോബൽ പ്രൈസ് കൊണ്ടുവരുന്ന ആദ്യത്തെ വ്യക്തിയായ CV രാമൻ. അതിന് രാമൻ ഇഫക്റ്റ് അദ്ദേഹം കണ്ടെത്തുന്നത് ഫെബ്രുവരി 28. ആ ഫെബ്രുവരി 28 നമ്മൾ നാഷണൽ സയൻസ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടുന്നത് 1930 ഓർത്തിക്കുക, 30. അതിന് രാമൻ ഇഫക്റ്റ് എന്ന് ഫെബ്രുവരി 28. അതാണ് നമ്മൾ നാഷണൽ സയൻസ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഫെബ്രുവരി 28 മറ്റൊരു ഡേറ്റ് കൂടിയുണ്ട്, നാഷണൽ റയർ ഡിസീസ് ഡേ ആണ്. നാഷണൽ റയർ ഡിസീസ് ഡേ എന്ന് വെച്ചാൽ ഈ അപൂർവ രോഗ അവയർനെസ്, അവബോധ ദിനമായിട്ട് കണക്ക്. അപൂർവ രോഗ
അവബോധ ദിനമായിട്ട് കണക്കുക. അപൂർവ രോഗങ്ങളുള്ള ആളുകളെ നമ്മൾ സംരക്ഷിക്കുക, അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുക, അവർക്ക് സപ്പോർട്ട് നൽകുക എന്നൊരു അർത്ഥത്തിലാണ് നമ്മൾ നാഷണൽ റയർ ഡിസീസ് ഡേയും ഫെബ്രുവരി 28 ആഘോഷിക്കുന്നത്. അപ്പോൾ ഫെബ്രുവരി 28 2 ഡേറ്റുകളുണ്ട്. ഒന്ന് നാഷണൽ സയൻസ് ഡേ ഉണ്ട്, ശാസ്ത്ര ദിനമുണ്ട്. അതോടൊപ്പം തന്നെ നാഷണൽ റയർ ഡിസീസ് ഡേ കൂടി ഉണ്ടെന്ന് ഓർത്തിക്കുക. അപ്പോൾ ഇത്രയാണ് ഫെബ്രുവരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാഷണൽ ഡേയ്സുകൾ. അപ്പോൾ ഫെബ്രുവരി 1 നമ്മൾ പറഞ്ഞു, ഫെബ്രുവരി 9 പറഞ്ഞു, ഫെബ്രുവരി 10 പറഞ്ഞു, ഫെബ്രുവരി 12 പറഞ്ഞു, 13 പറഞ്ഞു, ഫെബ്രുവരി 14. അത് കഴിഞ്ഞാൽ പിന്നെ ഫെബ്രുവരി 17 മുതൽ ഫെബ്രുവരി 28 ഒരു ഡേറ്റാണ്. പിന്നെ ഫെബ്രുവരി 24, ഫെബ്രുവരി 26, അത് കഴിഞ്ഞാൽ ഫെബ്രുവരി 28. ഇത്രയും ഡേയ്സുകളാണ് ഫെബ്രുവരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാഷണൽ ഡേയ്സുകളായിട്ട് പറഞ്ഞത്. ഈ ഫെബ്രുവരിയിൽ തന്നെ ഇൻ്റർനാഷണൽ ഡേയ്സുകളുണ്ട്. അത് നമുക്ക് നാഷണൽ ഡേയ്സുകൾ കഴിഞ്ഞിട്ട് വേണം ഇൻ്റർനാഷണൽ ഡേയ്സുകൾ പഠിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ഈ ഫെബ്രുവരിയിലെ ഡേറ്റുകളെല്ലാം വളരെ ഭംഗിയായിട്ട് പഠിക്കുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ മറ്റു കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തോളൂ, അല്ലെങ്കിൽ 9846298093 എന്ന നമ്പറിൽ കമൻറ്റ് ചെയ്താൽ വേണ്ട ഗൈഡൻസുകളാണ് നൽകാവുന്നതാണ്. സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം നല്ല ടോപ്പിക്കുമായി. അതുവരെ എല്ലാവർക്കും ബൈ.